ഇന്ന് ജനുവരി 21, 2022 ജനുവരി 21. എൻ്റെ കയ്യിൽ ചില പത്രത്തിന്റെ കട്ടിങ്സ് ഉണ്ട്. ഇത് മനോരമയുടെ, മാതൃഭൂമി, മറ്റു പല പത്രങ്ങളിലേക്ക്. ഇത് 1970 ജനുവരി 22-ലെയും 23-ലെയും പത്രത്തിന്റെ കട്ടിങ്സാണ്. ഈ ജില്ലയിലെ ആളുകൾ ഇനിയും മറന്നുപോയിട്ടില്ല. മട്ടന്നൂരിനടുത്ത് വെച്ച് CPM-ന്റെ ട്രാൻസ്പോർട്ട് സമരത്തിന്റെ ഭാഗമായി അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിക്കുന്ന സമരത്തിന് മുന്നോടിയായി വൈകുന്നേരം 7:30 മണിയാകുമ്പോഴേക്കും യാത്രക്കാരുമായി പോയിരുന്ന ഒരു ബസ് ആ യാത്രക്കാരെ അതിലിട്ട് കത്തിച്ച് അതിൽ 4ഓളം പേർ കൊല്ലപ്പെട്ട ഒരു സമര ദുരന്തം. ആ ദുരന്തം നടന്നതിന്റെ വാർഷിക ദിനത്തിലാണ് ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ച് നിങ്ങളെ കാണുന്നത്. ഓടിക്കൊണ്ടിരുന്ന ബസ് തടഞ്ഞ് ആളുകളെ അതിനകത്തിട്ട് ചുട്ടരിച്ചു കൊന്ന ആളുകൾ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സമരപരിധി പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും 2 കൊലക്കേസിലെ പ്രതിയായ ശ്രീ ജയരാജനെ പോലുള്ള ആളുകളിൽ നിന്ന് സമരത്തിന്റെ രീതിയും പരിധിയും ഞങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകൾ നിങ്ങളൊന്ന് കേൾക്കണം. മട്ടന്നൂർ ബസ് ഡിപ്പോയിൽ മരിച്ചവരുടെ എണ്ണം 3 സംഭവ സ്ഥലത്ത് ഭീകരാന്തരീക്ഷം. അടുത്തത് സമരം തകരുന്നു, പലയിടത്തും കല്ലേറ്. വേറൊരു സംഭവം, ബസ്സുകളിലേക്ക് ആസിഡ് ബൾബുകൾ എറിഞ്ഞു, 16 പേർക്ക് പരിക്ക്. ക്രൂരതയുടെ കഥ കണ്ണീരിന്റെയും. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളിലേക്ക് ആസിഡ് ബൾബുകൾ എറിയുക, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ നിർത്തിയിട്ട് കത്തിച്ച ആളുകൾ അതിനകത്ത് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആളുകളാണ്. പാൻറിട്ടൊരു സഹപ്രവർത്തകൻ സമരത്തിന് പോകുമ്പോ അത് ഗുണ്ടായിസമാണ്, അത് ഫാസിസമാണ്, അത് അക്രമത്തിന് കോപ്പുകൂട്ടി വന്നതാണ് എന്ന് ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. യാദൃശികമായിട്ട് ഈ ദിനത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഇന്നലെ നടന്ന സംഭവത്തിന്റെ പേരിൽ ശ്രീ റിജിൽ മാക്കുറ്റിയും സുദീപ് ജെയിംസും അതുപോലെ തന്നെ വിനീഷും പ്രിനിലും യഹിയും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ ജയിലിൽ സന്ദർശിച്ചു. നിങ്ങളിൽ പലരും കണ്ട സംഭവങ്ങളാണ്. ദൃശ്യം ഈ കേരളം മുഴുവനുള്ള ആളുകളും കണ്ടതാണ്. ഒരുപറ്റം ഗുണ്ടാ പ്രമുഖന്മാർ ചേർന്ന് ജനാധിപത്യ രീതിയിൽ സമരം നടത്തിയ ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ മർദ്ദകന്മാർ പുറത്തും മർദ്ദനമേൽക്കേണ്ടി വന്നവർ അകത്തും എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ മാറ്റിയ ശ്രീ പിണറായി വിജയൻ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലും നല്ലത് കൊടിസുനി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നതായിരുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അതുപോലത്തെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ന്യായീകരിക്കാൻ കഴിയാത്ത അഴിഞ്ഞാട്ടം. എന്താ കേരളത്തിനെതിരെ സമരം നടത്താൻ ഇവരുടെ തെട്ടൂരം വാങ്ങണോ ഞങ്ങൾ? കേരളത്തിന്റെ മണ്ണിൽ ഒരു ജനാധിപത്യ സമരത്തിന് ആരാണ് എന്നു മുതലാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്? വരേണ്യവർഗത്തിന്റെയും പൗരപ്രമുഖന്മാരുടെയും പാർട്ടിയായ CPM അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഗുണ്ട പ്രമുഖന്മാരെ വെച്ച് എന്ത് അഭ്യാസം നടത്തിയാലും ഒരു കാര്യം ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഒന്നും പേരിൽ ഈ വിഷയങ്ങളിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് സാധിക്കില്ല. പ്രകൃതി ആഘാതം, സാമൂഹ്യ സാമ്പത്തിക ആഘാതം, ഇതേ സംബന്ധിച്ചൊക്കെയുള്ള കേരളത്തിന്റെ ചോദ്യങ്ങൾക്ക് ഈ ഗുണ്ടായിസമാണ് മറുപടിയെങ്കിൽ ഈ വണ്ടി അധികകാലം ഓടുമെന്ന് CPM-ഉം സർക്കാരും ധരിക്കേണ്ടതില്ല. ഇന്നലെയും ഹൈക്കോടതി ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ DPR തയ്യാറാക്കാതെ പ്രിലിമിനറി സർവേ നിങ്ങൾ നടത്തിയത്? ഇന്നലെയും ഹൈക്കോടതി ചോദിച്ചു,
ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സർവേ ആരംഭിച്ചത്? ഇന്നലെയും കോടതി ചോദിച്ചു, ഗ്രൗണ്ട് സർവേ നടത്താതെ എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രൊജക്ടിന്റെ DPR തയ്യാറാക്കിയത്? ഇന്നലെയും കേന്ദ്ര റെയിൽവേ ബോർഡ് പറഞ്ഞു, DPR വിശദമായ DPR സമഗ്രമായി പഠിക്കാതെ ഞങ്ങൾക്ക് ഈ പ്രൊജക്ടിന് അന്തിമാനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളത്. ഇന്നലെയും കേന്ദ്ര റെയിൽവേ ബോർഡ് പറഞ്ഞു, നീതി ആയോഗുമായി ചർച്ച നടത്താതെ പ്രൊജക്ടിന്റെ അന്തിമ അനുമതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത്. ചുരുങ്ങിയത് 2 വർഷമെങ്കിലും എടുത്ത് നടത്തേണ്ട പ്രകൃതി, സാമൂഹ്യ, സാമ്പത്തിക ആഘാത പഠനത്തെ 3 മാസം കൊണ്ട് നടത്തിയ ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടിന്റെ പേരിൽ അവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകളെ മാത്രം വിളിച്ചുകൂട്ടി ഏതെങ്കിലും ഒരു ഹാളിലിരുന്ന് കേരളയിൽ പോലെ 532 കിലോമീറ്റർ ദൂരമുള്ള കേരളത്തിന്റെ തെക്കും വടക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രൊജക്ടിനെ ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സമരങ്ങൾ സ്വാഭാവികമാണ്. ഞങ്ങൾ കല്ലെറിഞ്ഞോ? ഞങ്ങൾ പോലീസിനെ പരിക്കേൽപ്പിച്ചോ? ഞങ്ങൾ മന്ത്രിമാരെ പരിക്കേൽപ്പിച്ചോ? ഞങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചോ? ഞങ്ങൾ മന്ത്രിമാരുടെ വാഹനങ്ങൾ തകർത്തോ? ഞങ്ങൾ ഈ കോവിഡ് കാലത്ത് ആയിരക്കണക്കിന് ആളെ കൂട്ടി ആ സമ്മേളനത്തിന്റെ പുറത്ത് യുവാക്കളെ നിറച്ച് അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചോ? വിരലിലെണ്ണാവുന്ന ആളുകൾ ഒരു ജനാധിപത്യ പ്രതിഷേധ മാർഗം എന്നുള്ള നിലക്ക് തങ്ങളുടെ പ്രതിഷേധം ആ യോഗവേദിയുടെ സമീപം പ്രകടിപ്പിച്ചപ്പോ അതിനെ നേരിടാൻ കാക്കിയിട്ട സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളുകൾ, പോലീസ് എന്ന് വിളിക്കപ്പെടുന്ന ഇപ്പോഴത്തെ നോക്കുകുത്തികൾ അവിടെ നിൽക്കുമ്പോ അവരുടെ മുമ്പിലിട്ട് ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും ഗുണ്ട പ്രമുഖന്മാർ ക്രൂരമായി മർദ്ദിക്കുന്നത് കേരളത്തിന്റെ ജനാധിപത്യ സമരങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ CPM ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ റദ്ദു ചെയ്യുന്ന ഒരാഭാസത്തിനാണ് ഇന്നലെ ഇവിടുത്തെ CPM-ന്റെ ഗുണ്ടകൾ, ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ നേതൃത്വം നൽകിയത്. ആ മർദ്ദനത്തിന് പങ്കുചേർന്നവരിൽ മന്ത്രി MV ഗോവിന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് പ്രശോഭ് മൊറാഴ അക്രമത്തിന് നേതൃത്വം നൽകുകയാണ്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിസഭക്ക് നേതൃത്വം നൽകുന്നതും മന്ത്രിസഭക്കകത്തും പേഴ്സണൽ സ്റ്റാഫിലും പൗരപ്രമുഖന്മാരുടെ യോഗം വിളിച്ചെടുത്തും ഗുണ്ട പ്രമുഖന്മാരാണ് ഇവർക്ക് വഴികാട്ടുന്നത് എന്നുള്ളത് ഇന്നലെ വ്യക്തമായിരിക്കുകയല്ലേ. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഈ അക്രമത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് PP ഷാജിർ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി PP ഷാജിറും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അടുത്ത ആൾ, അതുപോലെ തന്നെ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷ്, CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ ജയരാജന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ ഷാജിർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വേറൊരാൾ, അത് വേറെ ഷാജിർ, അവരൊക്കെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ. പോലീസ് പിടിച്ചു മാറ്റുന്നില്ല, പോലീസ് ഇടപെടുന്നില്ല. പിടിച്ചു മാറ്റേണ്ട പോലീസ് അടിക്കാൻ പിടിച്ചു കൊടുക്കുന്ന ചിത്രം നമ്മൾ ഇന്നലെ കാണേണ്ടി വന്നു. CPM ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിനെതിരായിട്ടുള്ള സമരങ്ങളെ ഞങ്ങൾ നേരിടാൻ പോകുന്ന രീതി ഇതാണെന്നുള്ള സന്ദേശമാണ് CPM നൽകാൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കയ്യിലൊരായുധവുമില്ലാതെ ഒരു പൊതുമുതലും നശിപ്പിക്കാതെ നടത്തിയ ജനാധിപത്യ പ്രതിഷേധത്തോടുള്ള CPM-ന്റെ ഈ അസഹിഷ്ണുത, അസ്വസ്ഥത, അത് വളരെ തെറ്റായ സന്ദേശമാണ് കേരളത്തിൽ നൽകുന്നത്. സമരസമിതിക്കാരോടും സമരത്തിൽ പങ്കെടുക്കുന്നവരോടും CPM പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇതിനെ കയ്യൂക്കുകൊണ്ട് തന്നെ നേരിടും എന്നുള്ളതാണ്.
ഇങ്ങനെ കയ്യൂക്കുകൊണ്ട് മുമ്പ് സമരങ്ങളെ നേരിട്ട ചരിത്രം ബംഗാളിലുണ്ട്. നന്ദിഗ്രാമിലും സിംഗൂരിലുമെല്ലാം ഒന്നോ രണ്ടോ ഗ്രാമത്തിലെ, കേവലം ഒന്നോ രണ്ടോ ഗ്രാമത്തിലെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ കയ്യൂക്കുകൊണ്ട് ആ സമരത്തെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ട് അവസാനം കാട്ടിൽ ജീവന് വേണ്ടി രക്ഷ തേടേണ്ട അവസ്ഥയിലേക്ക് ബംഗാളിൽ CPM മാറിയിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നം തീർത്തും ഏകപക്ഷീയമായി ഗുണ്ടായിസം കാണിച്ച് നടപ്പിലാക്കാൻ CPM ശ്രമിച്ചാൽ കേരളത്തിലെ CPM-ന്റെ അവസ്ഥയിൽ അതിന് തുല്യമാകുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അന്നത്തെ മന്ത്രി സുശാന്ത് ഘോഷിന്റെ ഒക്കെ പുരയിടത്തിൽ നിന്ന് ഉപ്പിട്ട് കുഴിച്ചു മൂടിയ മനുഷ്യ ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ അത് കണ്ടെടുത്തത് പിൽക്കാലത്ത് നമുക്കറിയാം. അതുപോലെ സമരങ്ങളെ തല്ലിയും കൊന്നും ഒതുക്കാമെന്ന് ഇവര് ധരിക്കേണ്ടതില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങളുടെ മുമ്പും സമരത്തെ ആക്ഷേപിക്കുകയാണ്. ഗുണ്ടകളാണ് പോലും അവിടെ സമരത്തിൽ വന്നത്. റിജിൽ മാക്കുറ്റിയ, സുദീപ് ജെയിംസ, വിനീഷ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്ത ആളുകളാണ്. പാൻഡിട്ടാൽ റിജിൽ മാക്കുറ്റിയെ തിരിച്ചറിയില്ലേ? അതോ പാൻഡിട്ട് സമരം നടത്താൻ ഞായറാഴ്ച ഡൽഹിയിൽ സമരം നടത്തുമ്പോ അതിനുള്ള അവകാശം മുഹമ്മദ് റിയാസിന് മാത്രമേ ഉള്ളൂ? പാൻഡിടാനും സമരം നടത്താനും യൂത്ത് കോൺഗ്രസ്സുകാരന് ഇവരുടെ പെർമിഷൻ വാങ്ങണം, ജയരാജന്മാരുടെ സമ്മതം വാങ്ങണം. ഇതേ കണ്ണൂരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് വരുമ്പോ മുഖ്യമന്ത്രിയുടെ കാറിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്ത് മുഖ്യമന്ത്രിയുടെ നെറ്റിയിലും നെഞ്ചത്തും പരിക്കേൽപ്പിച്ച ആളുകൾ ഞങ്ങളെ സമരപരിധി പഠിപ്പിക്കരുത്. സമരത്തിന്റെ പേരിൽ മനുഷ്യനെയും മൃഗങ്ങളെയും പാമ്പിനെയും കുരങ്ങിനെയും വരെ ചുട്ടുകൊന്ന കണ്ണൂരിന്റെ മണ്ണിലുള്ള ആളുകൾ ഈ വാർഷിക ദിനത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ സമരപരിധി പഠിപ്പിക്കരുത്. കേരളയിലെ കുറ്റിപ്പറിച്ചതിന്റെ പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ വരെ കേസെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന പോലീസാണ്. RSSനെതിരെ പോസ്റ്റ് ഇട്ട ആളുകൾക്കെതിരെ കേസെടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന പോലീസാണ്. ഇത്രയും പരസ്യമായ ഗുണ്ടായിസം നടത്തിയ ആളുകൾക്കെതിരെ കേസെടുക്കാൻ അവസാനം കോടതിയുടെ നിർദ്ദേശം വേണ്ടി വന്നു. ഇന്നലെ സീതാറാം യെച്ചൂരിയുടെ ഓഫീസിൽ കയറി ഗുണ്ടായിസം കാണിച്ച RSSകാരന്റെ തനി പകർപ്പാണ് ജനാധിപത്യ സമരത്തോട് ഇന്നലെ DYFIയും CPM-ഉം കണ്ണൂരിന്റെ മണ്ണിൽ ആവർത്തിച്ചത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമായി യൂത്ത് കോൺഗ്രസ് കാണാൻ ആഗ്രഹിക്കുന്നു. പുതിയ പ്രസിഡന്റുകൾ സൃഷ്ടിക്കുകയാണ്. സമരത്തെ പോലീസ് നേരിടുന്നത് അതിൽ എതിർപ്പുകളോടെ അംഗീകരിക്കാം. പക്ഷെ പോലീസ് നോക്കി നിൽക്കെ സമരങ്ങൾ നേരിടാൻ ഒരു ഭരണപക്ഷ പാർട്ടി ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുന്നത് ജനാധിപത്യം CPM-ന് തിണ്ടാപ്പാട് അകലെയായി മാറി എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണ്. ഇവർ ഇന്നലെ ആ സമ്മേളനം നടത്തുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? കോൺഗ്രസുകാരോട് വീട്ടിലിരിക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ക്യാമ്പയിൻ നടത്തി പോസ്റ്റ് മുട്ടിച്ച ആളുകൾ മുഴുവൻ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇന്നലെ 67% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉള്ള കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിൽ വെച്ച് CPM-ന്റെ സമ്മേളനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും പൊതുപരിപാടികളും മുഴുവൻ പ്രോഗ്രാംസും മാറ്റിവെക്കണമെന്ന കളക്ടറുടെ ഓർഡർ വന്ന് മണിക്കൂറുകൾക്കകം അത് കളക്ടറെ കൊണ്ട് പിൻവലിപ്പിച്ചിട്ട് ജില്ലാ കളക്ടറെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ പോലെയാക്കി വില കുറച്ച് താഴ്ത്തി കാണിച്ചു അവർ ഈ നാടിനെ അപകടത്തിൽപ്പെടുത്തുകയാണ്. CPM കേരളത്തിൽ ഒരു കോവിഡ് ബോംബായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരികയാണ്.
വൈറസിനേക്കാൾ വേഗത്തിൽ കേരളത്തിൽ ഇപ്പോ ഈ രോഗത്തെ പടർത്തുന്നത് CPM ആണ്. പാറശാലയിലെ തിരുവാതിര കളിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം നടന്ന പരിശോധനയിൽ 500-ലധികം ആളുകൾക്കാണ് അവിടെ പോസിറ്റീവായത്. മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായിരുന്നു ഞങ്ങളെയൊക്കെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് വിളിക്കാനുള്ള വ്യഗ്രത? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി CPM-ന്റെ യഥാർത്ഥ മുഖം ഇപ്പൊ ജനങ്ങൾക്കിടയിൽ വീണ്ടും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മലയാളികളെ കൊണ്ട് ലേഖനം എഴുതിച്ച് പുളകമണിഞ്ഞിരുന്ന ആളുകൾ അവസാനം ഇപ്പോ ഈ കേരളത്തിന്റെ കോവിഡ് സിറ്റുവേഷനെ ഏറ്റവും ദയനീയമാക്കി മാറ്റിയ അവസ്ഥയാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. ശൈലജ ടീച്ചർക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തത് കേരളത്തിന്റെ പ്രശ്നമല്ല, പക്ഷെ ശൈലജ ടീച്ചർക്ക് പോലും മരുന്ന് കിട്ടാത്തത് കേരളത്തിന്റെ ദയനീയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് വാക്സിനേഷന് മരുന്ന് കിട്ടാൻ പ്രയാസമായി എന്നാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ പ്രതിഷേധങ്ങളെ കയ്യൂക്കുകൊണ്ട് നേരിട്ട് അതിനെ ഇല്ലാതാക്കാമെന്ന് CPM വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അന്ന് വാങ്ങി വെക്കുകയായിരിക്കും അവർക്ക് നല്ലതെന്ന് ക്ലിയർ ആയി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃത്യമായ ഉത്തരം കേരളത്തിന് വേണം. ഇതിന്റെ സാമ്പത്തിക ആഘാതത്തെ സംബന്ധിച്ച്, സാമൂഹ്യ ആഘാതത്തെ സംബന്ധിച്ച്, പ്രകൃതി ഏൽക്കേണ്ടി വരുന്ന ആഘാതത്തെ സംബന്ധിച്ച് വിശദമായി പഠിച്ചത് കേരളത്തിലെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്താതെ ഇത്രയും കാലമുണ്ടായിരുന്ന വികസന വിരുദ്ധ ഇമേജ് ഈ ചെലവിൽ മാറ്റിയെടുക്കാമെന്ന് പിണറായി വിജയനും CPM-ഉം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോട് പറയുന്നു, ഞങ്ങളും മൂക്കുമുറിച്ച് ശകലം മുടക്കിയവരുടെ പട്ടികയിൽപ്പെട്ടവരല്ല. മൂക്കുമുറിച്ച് ശകലം മുടക്കി കേരളത്തിന്റെ വികസനത്തിൽ തകർത്ത നിങ്ങൾ ഇപ്പം അപ്രായോഗികമായ ഒരു പ്രൊജക്ടിനെ കൊണ്ട് കേരളം തകർക്കുന്ന ഒരു പ്രൊജക്ടിനെ വെച്ച് വികസനവാദികളുടെ ഇമേജ് ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കേരളം തല്ലിപ്പൊളിച്ച് കളയുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ സമരത്തിന് നേരെ നടന്ന അതിക്രമങ്ങളെ RSS-ഉം CPM-ഉം ഒരുപോലെ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ തന്നെ ഗാന്ധിയുടെ പ്രതിമ CPM-കാർ അടിച്ചു തകർത്തതിന്റെ വാർത്തകളും നമ്മൾ കണ്ടു. കോൺഗ്രസിനെ നേരിടുന്നതിൽ രണ്ടുപേർക്കും ഇപ്പോൾ ഒരേ സ്വരമാണ്, ഒരേ ശൈലിയാണ്, ഒരേ ആശയങ്ങളാണ്, ഒരേ രീതികളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വർഗീയതയുടെ ടെലിപ്രോംപ്റ്ററും ലൗഡ് സ്പീക്കറുമായി CPM-ഉം കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ബെറ്റർ ആൾട്ടർനേറ്റീവിന് വേണ്ടിയുള്ള സമരം കേരളവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക. ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം വേണ്ടെന്ന് മാത്രമല്ല, എന്താണ് വേണ്ടതെന്ന് യുവജനങ്ങൾക്ക് വേണ്ടി പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. വി ആർ ഹിയർ ഫോർ എ ബെറ്റർ ആൾട്ടർനേറ്റീവ്. അത് കേൾക്കാൻ തയ്യാറാവാത്ത സർക്കാരിന്റെ ഈ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള കൃത്യമായ സമരപരിപാടികൾ ഞങ്ങൾ തുടരും. അതൊരാളുടെയും അക്രമത്തിന് മുന്നിൽ അടിയറവ് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
ഞങ്ങളുടെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. ഞങ്ങളുടെ ബദലുകൾ, ആ ബദൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരവും ഞങ്ങളുടെ സമര പ്രഖ്യാപനമുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അവർ വ്യക്തമാവുകയും ചെയ്യും. ഈ സമരത്തിലേക്ക് വേഷം മാറിയാണ് എത്തിയത്. ഒരു സമരമാകുമ്പോൾ 5 or 6 ആളുകളെ രഹസ്യമായി വരുന്നതല്ലല്ലോ ഒരു സമരം. വേഷം മാറി ഇങ്ങനെ വരുന്നത് അവിടെ മന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. ഒരു സമരമായിരുന്നില്ല അവിടെ നടന്നത് എന്നാണ് ഒരു ആരോപണം. ഇത് ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്ത് കല്ലെറിഞ്ഞ CPM അല്ലേ ആരോപണം ഉന്നയിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ ചില്ല് പൊളിച്ച് നെഞ്ചത്തും നെറ്റിയിലും കല്ലെറിഞ്ഞ CPM അല്ലേ ഞങ്ങൾ മന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി സമരം നടത്തിയതാണെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം, ഈ പാന്റ് ഇടുന്നതിനെ, ഞാനിപ്പോ ഇന്ന് രാവിലെ പാന്റ് ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്, ഈ പാന്റ് ഇടുന്നതിനെ എങ്ങനെ വേഷം മാറലായിട്ട് കണക്കാക്കുന്നത്? വേഷം നോക്കി ആളറിയണമെന്ന് ഇന്ത്യക്ക് ക്ലാസ് കൊടുത്തതിന് മുമ്പ് നരേന്ദ്രമോദിയാണ്. അതാണോ ഇവരും കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പിന്നെ മന്ത്രിയെ ആക്രമിക്കാൻ അവിടെ കയ്യിൽ കല്ലുണ്ടോ, വടിയുണ്ടോ, ആയുധമുണ്ടോ? റിജിൽ മാർക്കറ്റിൽ പാന്റ് ഇട്ടാലും ബർമുട ഇട്ടാലും മുണ്ടിട്ടാലും കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർക്കും പോലീസിനും ജനങ്ങൾക്കും CPM-കാർക്കും സംഘികൾക്കും എല്ലാവർക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. എത്ര ബാലിശമായ വാദമാണ്! പിന്നെ അവിടെ അങ്ങനെ ആ വേദിയെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് 4 ആളുകളിലേക്ക് ചുരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. 4000 ആളുകളിലേക്ക് വളരാൻ കരുത്തും ശേഷിയും സമരത്തിന്റെ മുമ്പിൽ നിർത്താനുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂരിന്റെ മണ്ണിൽ യൂത്ത് കോൺഗ്രസ്. അവിടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ കാര്യമാണ്. എത്ര മന്ത്രിമാരുടെ വേദിയിലേക്ക് അടൂർ പ്രകാശ് ഈ കണ്ണൂരിന്റെ മണ്ണിലേക്ക് മന്ത്രിയായിരിക്കുമ്പോൾ വന്നപ്പോ നടത്തിയ പ്രതിഷേധങ്ങൾ നമ്മൾ മറന്നുപോയത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി പോലും തടയുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടത്തിയ ആൾ. ഇനി അതൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിരപരാധികളായ ആളുകളെ ബസ്സിലിട്ട് കത്തിച്ച് കൊന്നവരുടെ പാരമ്പര്യമുള്ള ആളുകൾ പാൻറിട്ട് ഞങ്ങൾ നടത്തിയ സമരത്തിന് ഞങ്ങളെ സമര രീതി പഠിപ്പിക്കാൻ വരരുത്. അവരുടെ ആ വാദം ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. തനി ഗുണ്ടായുസമാണ്, ഗുണ്ടാ പ്രമുഖരെയാണ് പൗരപ്രമുഖർ എന്ന പേരിൽ അവിടെ വിളിച്ചു വരുത്തിയിരുന്നത് എന്നുള്ളത് ഇന്നലത്തെ ഒരു സംഭവം മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇവർ 6 പേരുടെ സമരത്തിന് പോയി, അവിടുത്തെ പോലീസിന് എന്താ ജോലി? പോലീസിനൊരു ഉത്തരവാദിത്വമില്ല. എത്ര പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു? ഇവർ എത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ? ഇവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോലീസിന് വല്ല പ്രയാസം ഉണ്ടാവുമായിരുന്നു? ഒരു ന്യായീകരണവും CPM ഇന്നലത്തെ അക്രമത്തിന് ചമക്കേണ്ടതില്ല. KPCC പ്രസിഡന്റിന്റെ ശിഷ്യന്മാർ പൊതുശല്യമായ നിലക്ക് നിർത്താൻ ഈ നാടിന് നന്നായി അറിയാം, ബാക്കിയെല്ലാം കർമ്മഫലം, അത്ര തന്നെ. ഇതാണ് ഈ സംഭവത്തിന് ശേഷം M. ഷാജി ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഒരു വാചകം. കർമ്മഫലം എന്താണ് പറയുന്നത്? അല്ല, അവരുടെയൊക്കെ കർമ്മം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഗുണ്ടകൾ അസോസിയേഷൻ രൂപീകരിച്ച് വയനാട്ടിൽ സമ്മേളനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമ്പോ അതേ പാത പിന്തുടരുക എന്നല്ലാതെ ഷാജിറിനൊക്കെ എന്തെങ്കിലും ഒരു യുവജന വിഷയത്തിൽ, ചെറുപ്പക്കാരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള ആർജവത്തിന്റെ ലെവലേശമെങ്കിലും ഡിവൈഎഫ്ഐക്കൊക്കെ ഇന്ന് ബാക്കിയുണ്ടോ? ഈ നാടിന്റെ പ്രകൃതിയെ ഇത്രയും ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായമുണ്ടോ ആ സംഘടനയ്ക്ക്? ഇപ്പോഴാ കേൾക്കാൻ പോകുന്നു പെൻഷൻ പ്രായം 57 ആക്കാൻ പോവുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് അടിയുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ഏത് നീക്കത്തെയും അസംബ്ലിക്കകത്തും പുറത്തും എന്ത് വില കൊടുത്തും ചെറുക്കാൻ യൂത്ത് കോൺഗ്രസ് ബാധ്യസ്ഥമാണ്. ഡിവൈഎഫ്ഐക്ക് പറയാൻ സാധിക്കൂ. ഇപ്പൊ ഷാജിർ ഖാനൊക്കെ ഡിവൈഎഫ്ഐ മൊത്തത്തിൽ ഈ ഗുണ്ട ആക്രമണങ്ങളിലൊക്കെ പുറകിലാവുക എന്നുള്ളതല്ലാതെ യുവജന പ്രശ്നങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ഒന്നും ഒരു നിലപാടില്ലാത്ത കേവലം
ഈ ഭരണത്തിന്റെ വിലാസത്തിൽ കഴിയുന്ന അടിമകൾ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കണം, ഇവിടുത്തെ യുവജനങ്ങളുടെ കാര്യങ്ങൾ അത് ഉന്നയിക്കണം, ഞങ്ങൾക്ക് സമരങ്ങൾ നടത്തണം, ഞങ്ങൾക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം. ഞങ്ങളൊരു പൊളിറ്റിക്കൽ യൂത്ത് ഓർഗനൈസേഷൻ ആണ്, ഞങ്ങൾ ആരുടെയും ഫാൻസ് അസോസിയേഷൻ അല്ല, ഞങ്ങൾ പിണറായി വിജയന്റെ അടിമകളല്ല. പിന്നെ നേരിടാൻ നാടിനറിയാം. നാടിന്റെ കുത്തകാവകാശമൊന്നും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കണ്ട. നാടിനെ അറിയുന്നവരായിരുന്നെങ്കിൽ ഇത്തരത്തിൽ നാടിനെ തകർക്കുന്ന ഒരു പ്രൊജക്ടിനെ തീർത്തും ഏകപക്ഷീയമായി കൊണ്ടു നടക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു. അടുത്തത് ഇനി സമരങ്ങളെ നേരിടാൻ ഇനിയും ഈ രീതി തന്നെയാണ് അവർ തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരോടും ഞങ്ങൾ പറയുന്നു, അത് പേടിച്ച് മുട്ട് രണ്ടും കൂട്ടിയിടിച്ച് വീട്ടിലിരിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കോവിഡിന്റെ പ്രയാസങ്ങൾ ഉള്ളത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഒറ്റ പേരിലാണ് ഇന്നലെ ഇത്രയും സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പോലും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ട് ഞങ്ങൾ സംയമനം കാണിച്ചത്. ഞങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മൾ പരിശോധിക്കുക. ഈ അടിയേറ്റവർ ജയിലിലും അടിച്ചവർ പുറത്തുമാണ്. ഏതെങ്കിലും രീതിയിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ട് എന്തായി, ആ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, പരാതി തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. അങ്ങ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യം, അടിയേറ്റവർ അകത്തും. ലോകം മുഴുവൻ കണ്ട ദൃശ്യങ്ങളിൽ ആ മർദ്ദനം ഏൽപ്പിക്കുന്ന ഗുണ്ടകൾ പുറത്തുമാണ് എന്നുള്ളത്. ഇന്നലെ കോടതിയിൽ ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്ന ആളുകൾ ഇന്നലെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് ചുമത്തി റിമാൻഡ് ചെയ്യാൻ പോലീസ് അത്യുത്സാഹം കാണിച്ചു. ഒരു വാഹനത്തിന്റെ ചില്ലെങ്കിലും തകർന്നു, ഒരു പോലീസുകാരനെങ്കിലും പരിക്കേറ്റു, പൊതുമുതൽ എവിടെയെങ്കിലും നശിപ്പിക്കപ്പെട്ടു. എന്നിട്ടും സമരം നടത്തിയവർ അകത്ത്, ഗുണ്ടായിസം കാണിച്ചവർ പുറത്തു. ഇന്നലെ അത് കോടതിയിൽ പറഞ്ഞു. അതിനനുസരിച്ച് കേസ് എടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ആ കേസിന്റെ തുടർ നടപടികൾ ഞങ്ങളും വീക്ഷിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പ് 16, 17, 18 തീയതികളിലായി പാലക്കാട് വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് അത് 29, 30, 31 തീയതികളിലേക്കാക്കി മാറ്റി. ഇപ്പോഴത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ ഉചിതമായ തീരുമാനം അത് മാറ്റിവെക്കുന്നതായിരിക്കും എന്നുള്ള തിരിച്ചറിവിൽ ആ ക്യാമ്പിനെ കുറച്ചെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമാവുന്ന തീയതികളിലേക്ക് ഞങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതും കൂടെ സാന്ദർഭികമായിട്ട് അറിയിക്കും.